ഹലോ, ഞാനിതെൻ്റെ ക്യുക്ക് റെസിപ്പീസും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പനീർ ബിരിയാണി ഉണ്ടാക്കിയാലോ. കുക്കറിലേക്ക് കുറച്ച് എണ്ണയും അതുപോലെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് സവോള നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൂപ്പിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വേണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് ഒരു വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ക്യൂബായിട്ട് മുറിച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്നറിയോ? കുറച്ച് തൈരിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ബിരിയാണി മസാല കൂടി ഇതിലേക്ക് വേണം കേട്ടോ. ഇത്രയും മസാലകളാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മസാലയുടെ ഒക്കെ പച്ചമണം മാറാൻ വരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാസ്മതി റൈസും പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈസി ബിരിയാണി റെഡിയായി. അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.